ആകട്ടെ വളരെ വളരെ സന്തോഷമുണ്ട് ഇന്ന് ഇവിടെ നമുക്കൊരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ തക്കണം ഇടയാകുന്നതിൽ. ബഹുമാനമുള്ള വികാരിയച്ഛൻ സെബാസ്റ്റ്യൻ ഈ ശുശ്രൂഷയെക്കുറിച്ച് വളരെ നേരത്തെ പറയുകയും സാറും ചേർന്ന് ഈ കാര്യങ്ങളെക്കുറിച്ച് പറയുകയും അതിനൊരു ഡേറ്റ്, ഒരു തീയതി തീരുമാനിക്കുകയും ചെയ്തു വളരെ ഏതാനും നാളുകൾക്ക് മുമ്പ്. അതുകൊണ്ട് ഇന്ന് ഇവിടെ വരുവാനായിട്ടിടയായി തീർന്നു. മറ്റ് പല പ്രോഗ്രാമുകളും അതിനുശേഷം വരികയുണ്ടായി. എന്നാൽ അച്ഛനും സാറും സഭയുടെ ചുമതലക്കാരും ആ കാര്യം നേരത്തെ എന്നോട് പറയുകയും ക്ഷണിക്കുകയും ചെയ്തുകൊണ്ട് ഇന്ന് എനിക്ക് ഇവിടെ കടന്നു വരുവാനിടയായി തീർന്നു. അഭിനയ സാമുവൽ തിരുമേനിയുടെ കൂട്ടത്തിൽ ഞാനിവിടെ വന്നിട്ടുണ്ട്. അതിനുശേഷം ഒരു തവണയും കൂടെ ഞാൻ വന്നിട്ടുണ്ട്. അത് അന്ന് ആരാധനയ്ക്ക് പങ്കെടുക്കാൻ വന്നതല്ല എന്നാണ് എൻ്റെ ഒരു ചിന്ത. അന്ന് സാമുവൽ തിരുമേനിയുടെ സെക്രട്ടറി ആയിരുന്നു ഞാൻ. അന്ന് തിരുമേനിയുടെ കൂട്ടത്തിൽ വന്ന് ഞാൻ സമയത്ത് ഓർക്കും. അച്ഛൻ പറഞ്ഞപ്പോഴാണ് അതിന് ശേഷം ഒരു സഭാധ്യക്ഷൻ ഇവിടെ വന്നില്ല എന്നുള്ള കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. തീർച്ചയായിട്ടും നമ്മുടെ മഹാടയുടെ രൂപീകരണത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ ഒന്ന് ഇടയപരിപാലനം എന്നുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു കാലത്ത് മധ്യകാല മഹാടയായിരുന്ന സമയത്ത് കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ എന്ന് പറയുന്ന രീതിയിൽ അതിൻ്റെ പടിഞ്ഞാറ് മുതൽ കിഴക്കേ അറ്റം വരെയുള്ള അതിർത്തി മുഴുവനും മധ്യകാലത്തിൻ്റെ ഭാഗമാണ്. ആ വലിയ വിസ്തൃതമായ ഭൂപ്രകൃതിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന നമ്മുടെ മഹാടവയ്ക്ക്, അന്നത്തെ നമ്മുടെ മാതൃമഹാടവയ്ക്ക് വേണ്ട രീതിയിലുള്ള ഇടയപരിപാലനം നടത്താനായിട്ട് അന്ന് സാധ്യമായിരുന്നില്ല. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സുവിശേഷ വേലയും ഇടയപരിപാലനവും വികസനവും നമുക്ക് ആവശ്യമാണ്, ഈ കിഴക്കൻ മേഖലയ്ക്ക് ആവശ്യമാണ് എന്ന് പറഞ്ഞ് വളരെ നീണ്ട നാളത്തെ പ്രമേയങ്ങളുടെയും സർവോപരി പ്രാർത്ഥനയുടെയൊക്കെയും അനന്തരഫലമായിട്ടാണ് ഇന്നേക്ക് 42 വർഷങ്ങൾക്ക് മുമ്പ് നമുക്കൊരു മഹാടവ രൂപീകൃതമായി കിട്ടിയത്, ദൈവം നമുക്ക് നൽകിയത്. അപ്പം അങ്ങനെ ഒരു മഹാടവ രൂപീകരിക്കപ്പെട്ടിരിക്കുമ്പോൾ ഒരു ഇടവകയിലും അനന്തമായിട്ട് അധ്യക്ഷന്മാരോ അല്ലെങ്കിൽ ഇടവപ്പെട്ടക്കാരോ ശുശ്രൂഷകരോ ഇല്ലാതെ പോവുക എന്ന് പറയുന്നത് പാടില്ല എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. സാമ്പത്തികം അതിനൊരു പ്രശ്നമാക്കാതെ അത് ചെയ്യണമെന്നാണ് സഭയുടെ നയം അല്ലെങ്കിൽ മഹാടവയുടെ നയം. അതിൻ്റെ പേരിൽ നമ്മുടെ മഹാടവയിൽ ധാരാളം സാമ്പത്തികമില്ലാത്ത സഭകൾ കൂട്ടിച്ചേർത്ത് ഇടവകളാക്കുകയും വളരെ നാമമാത്രമായിട്ടുള്ള വരുമാനമുള്ള സഭകൾ അല്ലെങ്കിൽ പ്രാർത്ഥനാ കൂട്ടങ്ങളെ സഭകളാക്കുകയും ഒക്കെയും ചെയ്തു. ഇന്ന് ഏതാണ്ട് 186 പള്ളികൾ ഉണ്ട്. ഏതാണ്ട് 30ഓളം മറ്റ് ആരാധന കേന്ദ്രങ്ങളും നമുക്ക് ഉണ്ട്. ഏതാണ്ട് 200-ൽ താഴെ എന്ന് നമുക്ക് പറയാം. ചിലത് ആരാധന കൂട്ടങ്ങൾ പ്രാർത്ഥനകൾ തുടങ്ങിയിട്ടുള്ളൂ, ചിലത് തുടങ്ങിയിട്ട് കുറച്ചായി. മിഷൻ വയലുകൾ എല്ലാം കൂടെ ചേർത്ത് നമുക്ക് പറയാൻ സാധിക്കും. സാധാരണ പള്ളിയുടെ എണ്ണം പറയുമ്പോൾ 186 പള്ളി എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം ഇത്രയും ഒരു ഗ്യാപ്പിൽ ഇവിടെ വന്ന് അങ്ങനെ സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല. സാധാരണ ഇതിൽ എന്ത് ചെയ്യും, ഒരു നിശ്ചിത കാലയളവിൽ ഏതെങ്കിലും തരത്തിൽ സാധാരണ അധ്യക്ഷന്മാർ സന്ദർശിക്കുന്ന സ്ഥിരീകരണവുമായിട്ട് ബന്ധപ്പെട്ടാണ് വരുന്നത്. അപ്പോൾ സ്ഥിരീകരണം ഇവിടെ ഇപ്പോഴത്തെ രീതി അനുസരിച്ച് ഒരാളുള്ളെങ്കിൽ എന്ത് ചെയ്യും, നമ്മളവിടെ അത് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവിടെ പോവുകയും സ്ഥിരീകരണ ശുശ്രൂഷ നടത്തുകയും ചെയ്യും. അതാണ് നമ്മൾ ഇപ്പോഴത്തെ രീതി. കാരണം അത് വേറെ ഒന്നിനും വേണ്ടിയല്ല, അവിടെ പോകാനും അവിടെ ഒരു ആരാധന കൂടാനും ഒക്കെയുള്ള ഒരു എല്ലാവരും കൂടെ ഒരുമിച്ച് വരാനുള്ളൊരു അവസരമാണ് നോക്കുന്നത്. പലപ്പോഴും സഭക്കാർ, ചെറിയ സഭക്കാർ, അത് വലിയ ചിലവാണ്. ബിഷപ്പ് വരുമ്പോൾ ഭയങ്കര ചിലവാണ്. ബിഷപ്പിനെ അവിടെ കാണാൻ അവിടെ ചെല്ലാനും ഒരു വലിയ ചിലവാണ്. ബിഷപ്പിൻ്റെ അടുത്തൊരു അപേക്ഷ കൊടുക്കാൻ വല്ലാതെ ചിലവാണ് എന്നൊക്കെയും പറയുന്ന ഈ അടുത്ത സമയം കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായിട്ട് കമ്മിറ്റി ഉണ്ടായിരുന്നു, മീറ്റിങ്ങുകളുണ്ടായിരുന്നു. എൻ്റെ അതൊക്കെ പറയുന്നത് കേട്ടു. ബിഷപ്പിനെ കാണാൻ ഒരു കാര്യം നടത്തണമെങ്കിൽ ഭയങ്കര ചിലവാണ് എന്ന് പറഞ്ഞപ്പം സാധാരണ ജനങ്ങൾ അവർക്ക് ബിഷപ്പിന് എന്ത് ചെയ്യണം, അവിടെ കൊണ്ട് കൊടുത്താൽ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കത്തുള്ളൂ എന്ന് ഒരു ചിന്ത ഉണ്ട്. അങ്ങനെയൊക്കെ രസകരമായ സംഗതി. എനിക്കത് രസകരമായി തോന്നിയെങ്കിലും പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് അത് ശരിയാണ്. ഒരുപക്ഷെ ഒരു അപേക്ഷ കൊടുക്കാൻ വേണ്ടി അവിടെ വരുന്ന ചിലവായിരിക്കും ഈ ശുശ്രൂഷകൻ പറയുന്നത്. ആൾക്കാർ വിചാരിക്കുന്നത് ഇവിടെ എന്ത് ചെയ്യണം, അവിടെ കൊണ്ടുപോയി എന്തെങ്കിലും ആദ്യമേ അപേക്ഷയ്ക്ക് മുമ്പായിട്ട് ഇത് കൊടുത്തതിന് ശേഷം ഇതൊരു അപേക്ഷ എന്ന് കൊടുക്കണമെന്നാണ് പലരും ധരിച്ചു വെച്ചിരിക്കുന്നത്. പാവങ്ങൾ നമുക്ക് അറിയത്തില്ല, അവർക്ക് അറിയത്തില്ല. സാധാരണ സർക്കാർ ഓഫീസ് പോലെ ആയിരിക്കും എന്നാണ് അവരുടെ ചിന്ത എന്താണെന്ന് തോന്നുന്നു. അങ്ങനെയൊന്നുമില്ല എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയട്ടെ. പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത്, ഇവിടെ വരുമ്പോൾ തിരുമേനിക്ക് ഒത്തിരി സാപ്പാടൊക്കെ കൊടുക്കണം, അതിന് ഒത്തിരി ചിലവുണ്ട്.
സ്ത്രീകരണം നടത്തുമ്പോൾ ഭയങ്കര ചിലവാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് സ്ത്രീകളുടെ കുട്ടികളോട് 5000 രൂപ വെച്ച് പിരിക്കണം എന്ന് പറഞ്ഞു. അതിനൊരു റിപ്പോർട്ട് കേട്ടതാണ്. റിപ്പോർട്ടല്ല, പരാതി പോലെ പറഞ്ഞതാണ്. പരാതി എഴുതി തന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. സ്ത്രീകരണത്തിന് വരുന്ന കുട്ടികളെ സ്ത്രീകരണം നടത്തുമ്പോൾ ഒരു കൊച്ചിന് 5000 രൂപ കൊടുക്കണം. മാതാപിതാക്കന്മാർ ഓർക്കുന്ന 5000 രൂപ എല്ലാം കളക്ട് ചെയ്ത് എന്ത് ചെയ്യും? തിരുമേനി അത് ഒരു കിഴിയായിട്ട് കൊണ്ട് കൊടുക്കാൻ വേണ്ടിയാണെന്നാണ് അവരുടെ ചിന്ത. പക്ഷേ അങ്ങനെ കിട്ടിയിട്ടില്ല ഇതുവരെ. അവരുദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ എല്ലാവരും കൂടെ തീരുമാനിക്കുന്നതാണ്. തിരുമേനി വേണ്ടി അന്നത്തെ ഭക്ഷണം, ടീയെ കൊടുക്കുന്നത്, നോട്ടീസ് അടിയെ എന്ന് വേണ്ട എല്ലാ ചിലവും കൂടെ കൂട്ടിയാണ് എന്ത് ചെയ്യുന്നത് അവർ പറയുന്നത്. പക്ഷേ പാവങ്ങൾ അങ്ങനെ ധരിച്ചു പോകുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കട്ടെ. എന്നിരുന്നാലും ഇന്ന് പ്രത്യേകമായി സ്ഥിരീകരണ ശുശ്രൂഷ ഇവിടെ ഇല്ല. ഇതൊരു ചെറിയൊരു പ്രോഗ്രാമാണ്. പറഞ്ഞ് എന്ന് വേണം എന്ന് ചോദിച്ചു. അപ്പം എന്ന് വേണമെന്ന് ചോദിച്ചപ്പോൾ ഞായറാഴ്ചയാണെങ്കിൽ കുറേ കൂടെ സൗകര്യമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇത്രയും നീണ്ടു പോയതിന് പക്ഷേ അല്ലെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ എന്ത് ചെയ്യരുത്, ഇട ദിവസമൊക്കെ വന്ന് ചെയ്യുക. ഇട ദിവസം പ്രോഗ്രാം ഉണ്ടെങ്കിൽ പോയി. എന്നിരുന്നാലും ഇന്ന് എനിക്കിവിടെ വരുവാൻ ഇടയായതിൽ അതിയായി ഞാൻ സന്തോഷിക്കുകയും ദൈവത്തിന് ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ കുടുംബമായിട്ട് വരുവാനായിട്ട് ഇടയായി തീർന്നു. അതിൽ ഞങ്ങളെ അങ്ങനെ ക്ഷണിച്ചതിനും പ്രത്യേകമായ നന്ദിയുണ്ട്. ഇവിടെ വന്ന് ഞാൻ കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കി. ഞാൻ അധ്യക്ഷനായതിനു ശേഷം ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. അതിലെനിക്ക് ചെറിയൊരു വിഷമമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇച്ചിരി നേരത്തെ ഇവിടെ എന്ത് ചെയ്യേണ്ടായിരുന്നു, വരേണ്ടതായിരുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ മറ്റ് പല പ്രോഗ്രാമിനിടയ്ക്ക് അത് വിട്ടുപോയതായിരിക്കാം. അതിന് നിങ്ങൾ അങ്ങനെ വന്ന് തിരുമേനിത്തിനാൾ വന്നില്ലല്ലോ എന്ന് വിചാരിക്കരുത് എന്ന് ഞാൻ സമയത്ത് ഓർപ്പിക്കുകയും ചെയ്തു. വളരെ സന്തോഷം. അച്ഛനും അതുപോലെ തന്നെ പ്രിയപ്പെട്ട ജെയിംസ് തോമസ് സാറിന് പ്രത്യേകിച്ച് നന്ദി സ്നേഹം അറിയിക്കുന്നു. സഭയുടെ ചുമതലക്കാരായ കൈക്കാരന്മാർക്കും കമ്മിറ്റി അംഗങ്ങൾക്കും നമ്മുടെ തായ് സഭയായ ഇടവക സഭയാകുന്ന കുട്ടിക്കൽ ഇടവകയിൽ നിന്ന് വന്നിരിക്കുന്ന ബഹുമാനരായ അവിടെ സഭയുടെ ഭരണസമിതി അംഗങ്ങളും മറ്റ് അംഗങ്ങൾക്കും ഇവിടെ താമസിച്ചതിന് ശേഷം താഴ്വാരങ്ങളിലേക്കും അതുപോലെ തന്നെ പ്രത്യേകിച്ച് കുട്ടികൾ അടുത്തുള്ള പ്രദേശങ്ങളിലേക്ക് താമസം മാറ്റുകയും എന്നാൽ ഇന്നത്തെ ഈ പ്രത്യേക ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ ഇവിടെ കടന്നു വരികയും ചെയ്ത പ്രിയപ്പെട്ടവർ എല്ലാവരെയും ഞാൻ ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. പ്രായമുള്ളവർക്കും ചെറുപ്പക്കാർക്കും പിഞ്ചു പൈതൽക്കും പ്രത്യേകമാണ് നന്ദി സ്നേഹം സമയത്ത് അറിയും. ജെയിംസ് സാറ് ഇവിടെ 5 വർഷം ആകുന്നു എന്ന് സാറ് എന്നോട് പറയുണ്ടായി. അത് ചോദിച്ചു എങ്ങനെയുണ്ട്, കാര്യങ്ങൾ പോകുന്നു. അങ്ങനെ ഭംഗിയായിട്ട് പോകുന്നു എന്നാണ് സാറിൻ്റെ ഒരു വിലയിരുത്തലെന്നാണ് മനസ്സിലാക്കുന്നത്. നിങ്ങളാരും എന്നോടൊന്നും പറഞ്ഞില്ല, നിങ്ങളോട് ഞാൻ ചോദിച്ചുമില്ല. അതുകൊണ്ട് അത് ഇങ്ങനെ സംസാരിച്ച സമയത്ത് പറയുകയാണ് രസകരമായ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ വീട്ടുകാര്യങ്ങളൊക്കെ ചോദിച്ച് വന്നു പറഞ്ഞപ്പോൾ പറഞ്ഞതാണ് സാറ് സന്തോഷത്തോടെ വേല ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. സാറിൻ്റെ പരമാവധി ശുശ്രൂഷ ഇവിടെ ചെയ്യാനായിട്ട് അദ്ദേഹം ഉത്സാഹിക്കുന്നു എന്ന് കാണുന്നതിലും അതിയായ സന്തോഷമുണ്ട്. ഇന്നലെ 3:30 കടന്നതെന്നാണ് സാർ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് ക്രമീകരിക്കാം. ഒരു ബിഷപ്പ് വരുന്നതിന് തന്നെ ഉറക്കളൊക്കെ ആയിരിക്കും, ഉറക്കമായിരിക്കും. പക്ഷേ ഓരോ കാര്യങ്ങൾ നോക്കുമ്പോൾ അത് ശരിയായില്ല, ഇത് ശരിയായില്ല, അവിടെ അടിച്ചില്ല, ഇവിടെ അടിച്ചില്ല, അവിടെ മണ്ണിട്ടില്ല, ഇവിടെ മണ്ണിട്ടില്ല, എന്ത് ചെയ്യുന്നു. അതെല്ലാം ചെയ്ത് വരുമ്പോൾ നമുക്ക് കാണാൻ നോക്കുമ്പോൾ അറിയാം എന്തെല്ലാമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്, എന്തെല്ലാമാണ് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത് കാണാനായിട്ട് സാറ് അതെല്ലാം ശ്രദ്ധിക്കുകയും ആൾക്കാരെല്ലാവരും കൂടി അത് പങ്കാളികളാവുകയും ചെയ്തു. മാത്രമല്ല നമ്മുടെ സഭാമക്കൾ പലരും ഇവിടുന്ന് പള്ളിയിൽ നിന്ന് ദൂരെയാണ്, അടുത്ത് 1-2 വീടുകളേ ഉള്ളൂ. പല കാര്യങ്ങളും ചുമന്നാണ് ഇവിടുന്ന് റോട്ടിൽ നിറക്കേണ്ടതെല്ലാം നമ്മുടെ സഭാമക്കളല്ലാത്ത സഹോദരങ്ങളും ഇതിൽ പങ്കാളികളായി കത്തോലിക്ക പള്ളിയിൽ പോകുന്നവരും മറ്റുള്ള പ്രിയപ്പെട്ടവരും അതിൽ പങ്കാളികളായി സഹായിച്ചു എന്ന് കേൾക്കുന്നതിലും അതിയായ സന്തോഷമുണ്ട്. അവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അത് നിങ്ങളും അവരുമായിട്ടുള്ള സഭാമക്കളുമായിട്ടുള്ള ഒരു സ്നേഹബന്ധത്തിൻ്റെ സുഹൃത്ത് ബന്ധത്തിൻ്റെ ഒരു ഭാഗമാകുന്നുവല്ലോ. സഭയുമായിട്ടുള്ള അവരുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ആരാധനാലയത്തിന് വേണ്ട സഹായങ്ങൾ ചെയ്യാൻ അവർ സമയം കണ്ടെത്തിയത് പ്രത്യേകിച്ച് അവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇടവക ശുശ്രൂഷ എത്രയും സ്നേഹമുള്ള സെബാസ്റ്റ്യൻ അച്ഛനാണ് ചെയ്യുന്നത്. അവർ കുടുംബമായിട്ട് ഇവിടെ കടന്നു വരികയും ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് അച്ഛനോടുള്ള ഹൃദയം നിറഞ്ഞ നന്ദി സ്നേഹ സമയത്ത് അറിയിക്കുകയും ചെയ്യും. ഇന്ന് വായിച്ച വേദഭാഗങ്ങൾ നമുക്കറിയാം, അത് ദേവാലയ പ്രതിഷ്ഠ ദിനത്തിൽ നമ്മൾ വായിക്കുന്ന വേദഭാഗങ്ങളാണ്. ഇത് എത്ര ആളായി പള്ളി ഇവിടെ തുടങ്ങിയത് എന്ന് ചോദിച്ചപ്പോൾ വ്യക്തമായൊരു ഉത്തരം എനിക്ക് കിട്ടിയില്ല. എന്നാൽ ഞാൻ നേരത്തെ അതൊന്നും അന്വേഷിച്ചുമില്ല. അത് എൻ്റെ ഒരു ഭാഗത്തുനിന്നൊരു കുറവാണ്. ഇവിടെ വന്ന് ചോദിച്ചപ്പോൾ ഇടവക്കാർക്ക് സഭക്കാർക്കും എന്ത് ചെയ്തില്ല, ഞാൻ ചോദിച്ച ആളിന് അത് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല. എനിക്കറിയത്തില്ല, എന്നെക്കാളും പ്രായം ഈ പള്ളിക്കുണ്ട്, കർണന്മാരുടെ കാലത്താണ് അതെന്ന് തുടങ്ങിയെന്ന് ഓർക്കുന്നില്ല എന്ന് പറയുണ്ടായി. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ എത്ര വർഷമായി കാണും ഈ ദേവാലയം, ഈ പള്ളിയല്ല ആരാധന ഇവിടെ തുടങ്ങിയിട്ട്? 65 വർഷം.
ഓക്കെ, വെരി ഗുഡ്. 65 വർഷങ്ങൾക്ക് മുമ്പാണ് നമുക്കിവിടെ ഒരു ദേവാലയം ഉണ്ടായത്. 65 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ധാരാളം ആളുകളുണ്ടായിരുന്നു. ഇന്നത്തെ ഒരു വികസന രീതിയല്ല. ഈ തോട്ടം മേഖലയും അടുത്ത് കിടക്കുന്നത് കൊണ്ട്, എസ്റ്റേറ്റ് അടുത്ത് കിടക്കുന്നതുകൊണ്ട് അത്ര വലിയൊരു വികസനം എന്ത് ചെയ്യത്തില്ല, മറ്റുള്ള പ്രദേശങ്ങളുള്ളതുപോലെ ഉണ്ടാകത്തില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. എങ്കിലും ആളുകൾ ഇവിടെ താമസിച്ച് വരുന്ന കാലഘട്ടങ്ങളിൽ കാലങ്ങൾ പുരോഗമിക്കുന്ന അനുസരണമായി തലമുറകൾക്ക് അതിൻ്റേതായ പ്രയോജനം കിട്ടണമെങ്കിൽ വിദ്യാഭ്യാസ സൗകര്യവും യാത്രാ സൗകര്യമുള്ള ഇടങ്ങളിൽ മറ്റ് സൗകര്യങ്ങളുള്ള ഇടങ്ങളിലേക്ക് മാറേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സഭാമക്കളും ദേശത്തുള്ള പലരും എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടുന്ന് സൗകര്യപ്രദമായ ഇടങ്ങളിലേക്ക് മാറി താമസിക്കുകയും ചിലർ വിറ്റുപോവുകയും ചെയ്തു. അത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. എങ്കിലും നിങ്ങൾ ഇത്രയും പേര് ഇവിടെ ഒരുമിച്ച് കൂടുന്നതിൽ 20 വീട് അല്ലെങ്കിൽ 18-20 വീട് നമുക്കിവിടെ ഉണ്ട്. 30ഓളം കുടുംബങ്ങൾ നമുക്കുണ്ട്, 26ഓളം കുടുംബങ്ങൾ നമുക്കുണ്ട്. അവരെല്ലാവർക്കും ഒരുമിച്ച് വരുവാൻ, എല്ലാ ഞായറാഴ്ചയും വരുവാൻ സാധിക്കുന്നില്ല. എങ്കിലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, മാസത്തിൽ ഒന്നെങ്കിലും കഴിയുന്നത്രയും എന്ത് ചെയ്യണം, ഇവിടെ അംഗത്വമുള്ള ആൾക്കാർ ഇവിടെ വന്ന് ആരാധനയ്ക്ക് കൂടുന്നതും നല്ലതാണ്. പെരുന്നാൾ പ്രത്യേകമായി പള്ളി പ്രതിഷ്ഠാ ദിനപ്പെരുന്നാളുകൾ കൊണ്ടാടുകയും അത് പ്രത്യേകമായി ഒരു പ്രത്യേക ആരാധനയായിട്ട് ക്രമീകരിച്ച് വലിയ ആഘോഷങ്ങളൊന്നും വേണ്ട, പക്ഷേ അത് പെരുന്നാളുകൾ കൊണ്ടാടുകയും നമ്മുടെ സഭാമക്കളായിട്ടുള്ള എല്ലാവരെയും അതിൽ വിളിക്കുകയും ചെയ്യുന്നത് നമ്മുടെ സഭയുടെ ആത്മീയ ഭൗതിക വളർച്ചയ്ക്ക് നല്ലതാണ് എന്ന സമയത്ത് ഓർപ്പിക്കും. വായിച്ചു കേട്ട വേദഭാഗത്തിൽ നിന്ന് ഒരു വാക്യം ഞാൻ വായിക്കട്ടെ. നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു വാക്യമാണ് അത്. വായിച്ചു കേട്ടതിൻ്റെ തുടർച്ചയുള്ള ഭാഗത്താണ്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 41, 42, 43 വാക്യങ്ങളാണ്. 41, 42, 43 വാക്യം. അത്രയുമല്ല, നിന്റെ ജനമായ ഇസ്രായേലിനുള്ളവനല്ലാത്ത ഒരു അന്യജാതിക്കാരൻ ദൂരദേശത്ത് നിന്ന് നിന്റെ നാമം ഹേതുവായി വരികയും അവർ നിന്റെ മഹത്വമുള്ള നാമത്തെയും ബലമുള്ള ഭുജത്തെയും നീട്ടിയിരിക്കുന്ന കയ്യേയും കുറിച്ച് കേൾക്കുമല്ലോ. ഈ ആലയത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുകയും ചെയ്താൽ നീ നിന്റെ വാസസ്ഥലമായ സ്വർഗത്തിൽ കേട്ട് ഭൂമിയിലെ സകല ജാതികളും നിന്റെ ജനമായ ഇസ്രായേൽ എന്ന പോലെ നിന്നെ ഭയപ്പെടുവാനും ഞാൻ പണിതിരിക്കുന്ന ഈ ആലയത്തിന് നിന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഗ്രഹിപ്പാനും നിന്റെ നാമത്തെ അറിവാനും തക്കവണ്ണം അന്യജാതിക്കാരൻ നിന്നോട് പ്രാർത്ഥിക്കുന്നതൊക്കെയും നീ ചെയ്തു കൊടുക്കണമേ. പ്രാർത്ഥിക്കുക. കർത്താവേ, പരിശുദ്ധ പിതാവേ, അങ്ങയുടെ മോത്തുമേറിയ വചനങ്ങൾക്കായി നന്ദിയുടെ സ്തോത്രം. അങ്ങേ ആരാധിപ്പാൻ ഒരു ആലയം ഞങ്ങൾക്ക് 65 വർഷങ്ങൾക്ക് മുമ്പ് ആരാധിപ്പാൻ ഒരു കൂട്ടത്തെ ഇവിടുന്ന് ഉണർത്തി എഴുന്നേൽപ്പിച്ചു, ഒരു സഭയെ നട്ടു. കഴിഞ്ഞ 65 വർഷം അധികമായി ഈ സഭ എത്രത്തോളം അങ്ങ് വഴി നടത്തിയ മഹാസ്നേഹത്തിനായി നന്ദിയുടെ സ്തോത്രം. ഈ വർഷവും വരും വർഷങ്ങളും ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർക്കുവാൻ തക്കവണ്ണം അങ്ങയുമായി, ഞങ്ങളുടെ സഭയുമായി, ഞങ്ങളുടെ ആലയവുമായി ഒറ്റബന്ധം സ്ഥാപിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ അവിടുത്തെ മക്കളുടെ ഉറച്ച ദൈവവിശ്വാസവും അങ്ങയുള്ള ആശ്രയവും അങ്ങേ ആരാധിപ്പാനുള്ള തീക്ഷ്ണതയും മൂലം മറ്റനേകരും യേശുവിനെ അറിവാൻ, ഈ സത്യദൈവത്തെ അറിവാനും അവരും വന്ന് അങ്ങോട്ട് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിപ്പാൻ ഇടയാക്കണം. മഹത്വം മാത്രം എടുക്കണമേ. വചനം ധ്യാനിപ്പാൻ ഒരുക്കുന്ന വചനം പറയുന്ന ബലഹീനനായ അടിയനെയും കേൾക്കുന്ന അവിടുത്തെ മക്കളെ ഒരുപോലെ അവിടെ അനുഗ്രഹിക്കണം. അടിയും പറയുന്നപ്പുറമായ ആഴങ്ങളെ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ അങ്ങ് സഹായിക്കണം. മഹത്വം മാത്രം എടുക്കണമേ. യേശുനാഥത്തിൽ പ്രാർത്ഥിക്കുന്നത് ദയയോടെ കേൾക്കണമേ. ആമേൻ. നമ്മൾ സങ്കീർത്തനം വായിച്ചപ്പോൾ സൈന്യങ്ങളെ യഹോവയെ തിരുനിവാസം എത്ര മനോഹരം എന്ന് പറഞ്ഞ് ആലയത്തിൻ്റെ മനോഹരതയെക്കുറിച്ച് നമ്മൾ വായിച്ചു കേട്ടു വചനത്തിൽ നിന്നും. അതുപോലെ തന്നെ മറ്റ് വേദഭാഗങ്ങളും നമ്മൾ വായിച്ചു. ശലോമോൻ രാജാവ് തൻ്റെ ദൈവാലയം പണിതിന് ശേഷം താൻ മുട്ടുമേൽ നിന്ന് പ്രാർത്ഥനയുടെ ഭാഗമാണ് ഇന്ന് നമ്മൾ 1-ാം പാഠമായിട്ട് വായിച്ച് കേട്ടത്. അതിൻ്റെ തുടർച്ചയായിട്ട് വരുന്ന ഭാഗം തന്നെയാണ് ഞാനും വായിച്ചത്. ആലയം മനോഹരമായി സൂക്ഷിക്കുക എന്നുള്ളത് അത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു ആലയം കാണുമ്പോൾ തന്നെ അറിയാം അവിടെ വരുന്ന ആൾക്കാരുടെ ആ ഒരു കാഴ്ചപ്പാടുകൾ, അവരുടെ ഐക്യം, അവരുടെ ദൈവാശ്രയം, ദൈവവിശ്വാസം എല്ലാം അവരാരാധിക്കാൻ വരുന്ന ഏത് വിഭാഗം ആൾക്കാരാണെങ്കിലും അവരുടെ ആരാധന ആലയം നോക്കിയാൽ അറിയാം. അവരുടെ ഐക്യത അറിയാം, അവരുടെ ആലയത്തോടുള്ള താല്പര്യം അറിയാം, അവരുടെ ദൈവത്തിലുള്ള വിശ്വാസം അറിയാം, എല്ലാം അറിയാം എന്ന് നാം മറന്നു പോകരുത്. കാരണം അതങ്ങനെയാണ്. നമ്മൾ എല്ലാ വിഭാഗം ആൾക്കാരുടെയും കാര്യം അതാണ്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ
അവർ ഒരു ആലയം അവർ ആരാധിക്കാൻ പോകുന്ന ഇടം, ദൈവാരാധനകൾ വേർതിരിക്കുന്ന സ്ഥലം എന്തുമാത്രം പവിത്രതയോടെ, എന്തുമാത്രം ശ്രേഷ്ഠതയോടെ കാണുന്നു, അത് ദൈവത്തിന് എന്തുമാത്രം പ്രാധാന്യം, ദൈവവിശ്വാസം ഇത്രമാത്രം ഉണ്ടെന്നുള്ള പ്രതീകമാണ് എന്ത് ആ ആലയം എന്ന് പറയുന്നത്. മനോഹരമായി സൂക്ഷിക്കുക, ബലവത്തായി സൂക്ഷിക്കുക, കാലാനുസൃതമായത് മെച്ചപ്പെടുത്തുക, എല്ലാം അതിൽ നിന്ന് അടിസ്ഥാനമാണ്. എന്നാൽ ചില സമയങ്ങളിൽ അതിന് വിരുദ്ധമായിട്ടുള്ള ഉപദേശങ്ങൾ കാണാൻ സാധിക്കും. കാരണം അതിൻ്റെ അകത്തൊന്നും വലിയ കാര്യമില്ല എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാരും ഉണ്ട്. അങ്ങനെ പറയുന്നവരുടെ ദൈവവിശ്വാസം നമ്മൾ തട്ടിച്ചു നോക്കുമ്പോൾ അത് വളരെ വ്യത്യാസത്തിലാണ് പോകുന്നത്. കാഴ്ചപ്പാട് വളരെ വ്യത്യാസമാണ് എന്ന് കാണുവാൻ സാധിക്കും. ഒരിക്കലും ആലയം നമ്മൾ നോക്കുമ്പോൾ ആലയത്തെക്കുറിച്ചുള്ള തിരുവനന്തപുരത്തുള്ള പ്രസ്താവനകൾ മുഴുവനും അത് ഈ ആരാധനയ്ക്ക് വരുന്ന ആളുകളുടെ ദൈവത്തോടുള്ള സമീപനത്തിൻ്റെ പ്രതീകമാണ്. ഇവിടെ നമ്മൾ സലോമോൻ രാജാവ് പ്രാർത്ഥിക്കുമ്പോഴും അതുപോലെ തന്നെ ഈ അത് പണിത അതിൻ്റെ പണികളും അതുപോലെ തന്നെ അതിന് വട്ടം കൂട്ടിയ അതിന് കാര്യങ്ങളെല്ലാം ശേഖരിച്ചു വെച്ച സലോമോൻ രാജാവ് തന്നെ ശേഖരിച്ചിട്ടുണ്ട്. അതുകൂടാതെ പിതാവായ ദാവീദ് രാജാവ് ശേഖരിച്ചതും, ദാവീദ് രാജാവിന് ആലയത്തെക്കുറിച്ചുള്ള ദർശനവും ആ ദർശനത്തെപ്പറ്റി ദൈവം ചെയ്ത അരുളപ്പാടുകൾ നമ്മൾ നോക്കുമ്പോൾ ഒരു ആലയം ഒരു സാധാരണ ഒരു ദൈവമകനെ സംബന്ധിച്ച്, ദൈവമകളെ സംബന്ധിച്ച്, ഒരു ഭക്തനെ സംബന്ധിച്ച്, ഭക്തയെ സംബന്ധിച്ച് എന്തുമാത്രം പ്രാധാന്യം അർഹിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ദേവാലയത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ സലോമോന്റെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവത്തിൻ്റെ പാദപീഠത്തിലേക്ക് നമ്മൾ വരികയാണ്. ദൈവത്തിൻ്റെ പാദപീഠത്തിലേക്ക് വരികയാണ്. ഭൂമി അവൻ്റെ പാദപീഠം എന്നാണ് അവർ പറഞ്ഞത്. ദൈവത്തിൻ്റെ പാദപീഠത്തിലേക്ക് നമ്മൾ വരികയാണ്. സലോമോൻ തന്നെ പറയുന്നുണ്ട്, ദൈവമേ അങ്ങ് സ്വർഗത്തിലും അടങ്ങാത്ത ദൈവമാണ്. അത്രയും വലിയ ഒരു ദൈവത്തെ ഒരു ചെറിയ ഒരു ആലയത്തിൽ ഒതുക്കാം എന്ന് വിചാരിച്ചാൽ അത് സാധിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. അതിനെക്കുറിച്ച് സാധിക്കത്തില്ല എന്നുള്ളത് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്, ഞാനതറിയുന്നു. എന്നാൽ അങ്ങയുടെ ദിവ്യമായ സാന്നിധ്യം എന്ത് ചെയ്യണം? ഇവിടെ ഉണ്ടായിരിക്കും. സാന്നിധ്യം ഉണ്ടായിരിക്കുമെന്ന് ദൈവം അരുളി ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇവിടെ വരുമ്പോൾ നമ്മൾ എങ്ങോട്ടാ പോളെ? എവിടെ പോകുന്നു? ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള സ്ഥലത്താണ് വരുന്നത്. ഓർത്തോണം, വേദോസം പറയുന്നു, ദൈവ ആരാധനയ്ക്ക് വേണ്ടി വേർതിരിക്കുന്ന എല്ലാ ഇടങ്ങളിലും ദൈവത്തിൻ്റെ ദിവ്യമായ സാന്നിധ്യം, എൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കുമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. മറന്നു പോകരുത്. നമ്മളെല്ലാം കൂടെ ഉത്സാഹിച്ച് അധ്വാനിച്ച് ഇല്ലാത്ത കാശ് മുടക്കി കെട്ടിടം പണിതെന്ന് പറഞ്ഞാൽ അതല്ല. അത് ദൈവ ആലയമായിട്ട് ദൈവാരാധനയ്ക്ക് വേണ്ടി പ്രതിഷ്ഠിച്ചിരിക്കുന്നു. അങ്ങനെ പ്രതിഷ്ഠിക്കപ്പെടുന്ന ഇടങ്ങളിൽ ദൈവത്തിൻ്റെ ദിവ്യമായ സാന്നിധ്യം ഉണ്ട് എന്നാണ് വേദോസം പറഞ്ഞിരിക്കുന്നത്, പഠിപ്പിക്കുന്നു. അത് നമ്മൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ആരാധനകളും ജീവിതത്തിലെ ആത്മീയ കാര്യങ്ങളെല്ലാം ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നതെന്ന് മറന്നു പോകരുത്. ദൈവാലയവുമായിട്ട് ബന്ധപ്പെട്ടാണ് അത് പോകുന്നത്. കാരണം അതിൻ്റെ പഠിപ്പിക്കൽ എങ്ങനെയാണ്, അതിൻ്റെ ഉപദേശത്തിനുള്ള ശക്തമായിട്ട് വിശ്വസിക്കുന്നു എന്ന് നമ്മൾ മറന്നു പോകും. അല്ലാത്ത ഒരു കാര്യങ്ങളെക്കുറിച്ചല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തെ ആരാധിക്കാനായിട്ട് ഒരുമിച്ച് കൂടുന്ന, അതിനുവേണ്ടി വേർതിരിക്കപ്പെട്ട സ്ഥലങ്ങളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് മനസ്സിലാക്കി അവിടെ വന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും കാര്യങ്ങൾ, നമ്മുടെ ആവശ്യങ്ങൾ പറയുകയും ദൈവത്തിൻ്റെ മൗത്യമേറിയ വചനങ്ങളെക്കുറിച്ച് കേൾക്കുകയും അതനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുമെന്ന് പറഞ്ഞുകൊണ്ട് തിരികെ പോവുകയും ചെയ്യുന്ന അനുഭവമാണ് ആലയവുമായുള്ള ബന്ധത്തിലുള്ളത് എന്ന് നമ്മൾ മറന്നു പോകരുത്. അത് പഴയ നിയമ വേദഭാഗങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ, പഴയ നിയമ ആലയങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ, പ്രത്യേകിച്ച് യെരുശലേം ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ അതെല്ലാം വളരെ വളരെ ശരിയാണെന്നൊക്കെ കാണുവാൻ സാധിക്കും. ആലയത്തിൽ പെരുന്നാളുകൾ, ഉത്സവങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം ദൈവവചനത്തിൻ്റെ വ്യാഖ്യാനത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു എന്നാണ് അവിടെ പറഞ്ഞത്. ഇവിടെ വരുന്നു, ജനങ്ങൾ വരുന്നു, ദൈവവചനം വായിക്കുന്നു, അതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇസ്രായേൽ ജനങ്ങളുടെ പശ്ചാത്തലത്തിൽ പറയുമ്പോൾ അവർക്ക് അവിടെ ന്യായപ്രമാണമാണ് ഉള്ളത്. ന്യായപ്രമാണം ഇന്ന് നമ്മൾ പറയുന്ന പോലെ എല്ലാവർക്കും ഓരോരോ പ്രതികളില്ല, വളരെ ചുരുക്കമാണ് അതിൻ്റെ പ്രതികളുള്ളത്. അതുകൊണ്ട് ദേവാലയത്തിൽ വന്ന് വചനം വായിക്കുകയാണ്. വചനം വായിച്ചെടുത്ത് വ്യാഖ്യാനിച്ചു കൊടുക്കും. അതിന് വളരെ പ്രധാനപ്പെട്ട സ്ഥാനം ഉണ്ടായിരുന്നു. നമ്മൾ സാധാരണ രീതിയിലെ CSI സഭ ദൈവവചനത്തിനാണ് ഏറ്റവും പ്രാമുഖ്യം കൊടുക്കുന്നത് എന്ന് നമ്മൾ മറന്നു പോകരുത്. ദൈവവചനമായിരിക്കും ആലയത്തിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്നത്. എന്തായിരിക്കും? ദൈവവചനമായിരിക്കും. ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം. ഇവിടെ ഇപ്പോൾ ഇത് നമ്മൾ തട്ടിച്ച് നോക്കുമ്പോൾ ഇത് പ്രസംഗപീഠമല്ല, വായനാപീഠമാണ്. പ്രസംഗപീഠമുണ്ടെങ്കിൽ പ്രസംഗപീഠം എല്ലാത്തിനേക്കാളും ഉയരമുള്ളതായിരിക്കും. ഉയരം എന്ന് പറഞ്ഞാൽ അത് മൊത്തം എൻ്റെ പൊക്കം നോക്കുമ്പോൾ ഏറ്റവും ഉയരമുള്ളത് ഏതിനായിരിക്കും? പ്രസംഗപീഠത്തിനായിരിക്കും, അല്ലെങ്കിൽ വചനപ്രഘോഷണത്തിന് നിൽക്കുന്ന സ്ഥലത്തിനായിരിക്കും. അതിൻ്റെ മുകളിൽ എന്ത് കൂടെ കാണും? ദൈവത്തിൻ്റെ ഒരു വചനം കൂടെ അവിടെ വെച്ചിരിക്കും. വിശുദ്ധ ബൈബിൾ അവിടെ വെച്ചിരിക്കും. അതിൻ്റെ അർത്ഥം അത് അതിൻ്റെ വിരി കാറ്റ് പറപ്പിച്ചുണ്ടാകാതിരിക്കാൻ വേണ്ടി വെയിറ്റ് വെച്ചേക്കുന്നതല്ല. അതിനൊരു പ്രാധാന്യമുണ്ട്. ദൈവവചനത്തിന് നമ്മുടെ സഭ എന്ത് ചെയ്യുന്നു? വളരെ പ്രധാനപ്പെട്ട സ്ഥാനം നൽകുന്നു. CSI സഭ ദൈവവചനത്തിന് അതിപ്രധാനമായിട്ട് സ്ഥാനം, ഒന്നാം സ്ഥാനം ദൈവവചനം, അത് കഴിഞ്ഞ് ബാക്കിയുള്ളൂ എന്നാണ്. അതുകൊണ്ട്
മൊത്തം നോക്കുമ്പോൾ ആലയം നമ്മൾ അവിടെ നോക്കുമ്പോൾ ഏറ്റവും ഉയർന്ന ഈ വചനം കാണും. അതാണ് അതിൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്, നമ്മൾ ഓർത്തിരിക്കും. ഇവിടെ ആണെങ്കിലും എന്ത് ചെയ്യും, നമ്മൾ വചനം അവിടെ പ്രധാനപ്പെട്ട സ്ഥാനത്താണ് വെക്കുന്നത് അല്ലേ. ദൈവവചനം കൊണ്ടുപോയി എന്തിരിക്കുന്നു, അവിടെ വെച്ചിരിക്കും. ദൈവത്തിൻ്റെ വചനത്തിന് പ്രധാനപ്പെട്ട സ്ഥാനം ഉണ്ട്. അപ്പോൾ ആ വചനത്തെക്കുറിച്ചുള്ള വ്യാഖ്യാനങ്ങളാണ് അത് പറയുന്നത്. ഇതുപോലുള്ള ഉത്സവങ്ങൾ, പെരുന്നാളുകൾ എല്ലാം അതിനുവേണ്ടി വേർതിരിച്ചിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. എപ്പോഴെല്ലാം ഇസ്രായേൽ ദൈവം അകന്നു പോവുകയും അവർ വീണ്ടും വരാനായിട്ട് അവർ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ വീണ്ടും കൂട്ടിവരുത്തിയിട്ട് ഈ ന്യായപ്രമാണം അവരെ വായിച്ച് കേൾപ്പിക്കുന്നത്. അതിനനുസരിച്ചാണ് അവരെ ശോധന ചെയ്യുന്നത്, ദൈവസന്നിധി തീരുമാനമെടുത്തുകൊണ്ട് കടന്നു പോകുന്നത് എന്നും കാണുവാൻ സാധിക്കും. അവിടെ നിൽക്കട്ടെ. ഇവിടെ ഞാൻ വായിച്ച വേദഭാഗത്തിൽ ഒരു പക്ഷേ ശ്രദ്ധിച്ച് കാണും, സലോമോൻ്റെ പ്രാർത്ഥനയിലുള്ള ഒരു പ്രാർത്ഥനയാണ്. തൻ്റെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള സകലവിധമായ പ്രാർത്ഥനകളും കഴിഞ്ഞതിന് ശേഷം അതൊരു പക്ഷേ നിങ്ങൾക്ക് വീട്ടിൽ പോയത് വായിച്ചു നോക്കാം. ആർക്കെല്ലാം വേണ്ടി, എന്തിനെല്ലാം വേണ്ടി സലോമോൻ രാജാവ് പ്രാർത്ഥിച്ചു എന്ന് പറയുന്നുണ്ട്. അവസാനം വരുന്ന പ്രാർത്ഥനാ ഭാഗത്ത് പറയുകയാണ്, ദൈവമേ, ഇത് ഞാനിപ്പോൾ പ്രാർത്ഥിച്ചത് ഇസ്രായേൽ മക്കൾക്ക് വേണ്ടിയാണ്, നിൻ്റെ സ്വന്തം ജനത്തിന് വേണ്ടിയാണ്. എന്നാൽ നിൻ്റെ സ്വന്തം ജനമല്ലാത്ത ഒരു അന്യജാതിക്കാരൻ, നീ സർവശക്തനും ഈ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും മുഴുവനും സൃഷ്ടിച്ചവനും പരിപാലിക്കുന്നതിനുമാണ്, നീ സർവശക്തിയുള്ള ദൈവമാണെന്ന് അറിഞ്ഞ് നിന്നെ ആരാധിപ്പാൻ നിന്നിൽ വിശ്വസിച്ചുകൊണ്ട് ഒരു അന്യജാതിക്കാരൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ അവൻ്റെ പ്രാർത്ഥനയ്ക്ക് നീ എന്ത് ചെയ്യണം? ഉത്തരം. അതാണ് ആ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഒരു അന്യജാതിക്കാരൻ വന്ന് പ്രാർത്ഥിച്ചാൽ അവൻ്റെ പ്രാർത്ഥനയ്ക്കും എന്ത് ചെയ്യണം? ഉത്തരം കൊടുക്കണം. ഇന്ന് നമ്മൾ ഞാനിന്ന് സുവിശേഷമായിട്ട് വായിച്ച വേദഭാഗത്തിൽ അവിടെ ഒരു സ്ത്രീ വരുന്നതായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഒരു സ്ത്രീ അവിടെ വന്നു. സ്ത്രീ വന്നിട്ട് അതൊരു അന്യജാതിക്കാരത്തെ ഒരു സ്ത്രീയാണ്. ആ സ്ത്രീയുടെ പൈതലിന് ഭൂതോദ്രവം എന്ത് ചെയ്തിരിക്കുന്നു? കഠിനമായിരിക്കുന്നു. അവൾ ചികിത്സിക്കാത്ത ഇടങ്ങളില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ യേശു എന്ന ദൈവപുത്രൻ, പ്രവാചകൻ, അവൻ ദൈവപുത്രനാണെന്നും ഈ കാര്യങ്ങളെല്ലാം നിയന്ത്രിപ്പാനും ഒഴിവാക്കാനും സൗഖ്യം നൽകുവാനും ആ യേശുവിന്, ദാവീദ് പുത്രന് സാധിക്കും എന്നും അവൾ മനസ്സിലാക്കി. അത് പൂർണ്ണമായിട്ടും വിശ്വസിച്ചുകൊണ്ട് യേശുവിൻ്റെ പുറകെ വന്ന് ചോദിക്കുന്ന ചോദ്യമാണ്, ഗുരു, എൻ്റെ പൈതലിന് ഭൂതോദ്രവം കഠിനമായിരിക്കുന്നു, നീ ഒന്ന് സൗഖ്യമാണ്. കേട്ടിട്ട് യേശു നമ്മുടെ സാധാരണ ഭാഷ പറഞ്ഞാൽ മൈൻഡ് ചെയ്യാതെ പോയി. വീണ്ടും ഈ സ്ത്രീ പുറകെ വന്ന് പറഞ്ഞപ്പോൾ ശിഷ്യന്മാരും യേശുവിൻ്റെ അടുത്ത് പറഞ്ഞു, ഗുരു, ആ സ്ത്രീയെ എങ്ങനെയെങ്കിലും പറഞ്ഞേ. അപ്പോൾ യേശു അവിടെ വന്ന് അവരോട് സംഭാഷിക്കുന്ന കാര്യം ഇതാണ്, അത് ഈ കാര്യം, ഈ സൗഖ്യം എന്ന് പറയുന്നത് ഞാൻ വന്നിരിക്കുന്നത് പുറമേയുള്ള ആൾക്കാർക്ക് വേണ്ടിയല്ല വന്നിരിക്കുന്നത്, ഞാൻ എൻ്റെ സ്വന്തം ജനത്തിൻ്റെ ഇടയിലാണ് വന്നിരിക്കുന്നത്. ഇസ്രായേൽ മക്കളുടെ കാണാതെ പോയ ആട്ടിൻകൂട്ടത്തെ അന്വേഷിച്ചാണ് ഞാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് അത് വേറൊരു അന്യജാതിക്കാരെ അന്വേഷിച്ചല്ല വന്നിരിക്കുന്നത്. ഉടനെ സ്ത്രീ പറയുന്നൊരു മറുപടിയുണ്ട്, കർത്താവേ, ശരിയാണ് ഗുരു, കർത്താവ് പറഞ്ഞ് ശരിയാണ്. പക്ഷേ നായ്ക്കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്? യജമാനൻ്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പം നുറുക്കുകൾ തിന്ന് അത് വിശപ്പടക്കി സന്തോഷത്തോടെ പോകുന്നുണ്ടല്ലോ. മേശയിലിരിക്കുന്ന വലിയ ഭക്ഷണമല്ല വേണ്ടത്, താഴെ വീഴുന്ന അപ്പം നുറുക്കുകൾ അതും നായ്ക്കുട്ടികൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞൊരു കാര്യമാണ്, സ്ത്രീയെ, നിൻ്റെ വിശ്വാസം വലിയത്. തിരിഞ്ഞു നോക്കിയെന്നവർ സ്ത്രീയെ, നിൻ്റെ വിശ്വാസം വലിയത്, അതുപോലെ തന്നെ നിനക്ക് ഭവിക്കട്ടെ. തുടർന്ന് എഴുതിയിരിക്കുന്നു, ആ നാഴികയിൽ തന്നെ എന്ത് ചെയ്തു? പൈതലിന് സൗഖ്യം വന്നു. വിശ്വാസം ആരുടെ? ഈ കൂട്ടത്തിൽ ഇല്ലാത്ത ദൈവമക്കൾ എന്ന ദൈവജനം എണ്ണപ്പെടാത്ത, ഇസ്രായേലിൽ എണ്ണപ്പെടാത്ത അന്യജാതിക്കാരത്തിയായ ഒരു സ്ത്രീ എന്ത് ചെയ്തിരിക്കുന്നു? അവിടെ വന്ന് അവൾ അനുഗ്രഹം പ്രാപിച്ച് തിരികെ പോകും. വിശ്വസിച്ചുകൊണ്ട് ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന അന്യജാതിക്കാരൻ്റെ പ്രാർത്ഥന കേൾക്കണം എന്ന് പറഞ്ഞ സലോമോൻ്റെ പ്രാർത്ഥന നമ്മൾ ഇന്നത്തെ വേദഭാഗം അനുസരിച്ച് വായിക്കേണ്ട വേദഭാഗങ്ങളെ ശ്രദ്ധിക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ അവിടെയും ഇതുപോലെ സമാനമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കൊർന്നല്യോസ് എന്ന ഒരു ശതാധിപതിനെ കുറിച്ച് പറയുന്നു. അവനൊരു അന്യജാതിക്കാരനാണ്. അവൻ പ്രത്യേകമായ ദർശനത്തിൻ്റെ ഫലമായി പത്രോസ് അപ്പോസ്തലനെ വിളിച്ച് പ്രസംഗം കേൾക്കുന്നത് കാണുവാൻ സാധിക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ദൈവം എല്ലാവരുടെയും ദൈവമാണ്. ഈ ദൈവം എല്ലാത്തിനെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവമാണ്. നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ ഏറ്റുപറയുന്ന പോലെ തന്നെ ഭൂമിയെ സർവ്വത്തും കാണുന്നതും കാണപ്പെടാത്തതും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, വീണ്ടെടുക്കുന്ന
ദൈവമാണ് ഈ നമ്മുടെ ദൈവം. എൻ്റെ ചോദ്യം ഇതാണ്, അത് അവർ അന്യജാതിക്കാർ വന്ന് എന്ത് ചെയ്യുന്നു? അവർ പ്രാർത്ഥിക്കുന്നു, അവർ സൗഖ്യം പ്രാപിച്ചു പോകുന്നു, അനുഗ്രഹം പ്രാപിച്ചു പോകുന്നു. നമ്മുടെ മക്കൾ, ദൈവമക്കൾ എന്തെടുക്കുന്നു എന്നാണ് ചോദ്യം. സലോമോന്റെ പ്രാർത്ഥനയിൽ പറയുന്നുണ്ട്, അവർ കേൾക്കും, അന്യജാതിക്കാർ കേൾക്കും, നീ വലിയവനായ ദൈവമാണെന്ന് എങ്ങനെയാണെങ്കിലും നീ കേൾക്കും എന്ന് പറയുന്നുണ്ട്. അവർ കേട്ടെന്ത് ചെയ്യും? അവർ വരുമെന്നാണ് സലോമൻ രാജാവ് പറയുന്നത്. ജ്ഞാനിയായ സലോമോൻ ദേവാലയ പ്രതിഷ്ഠയിൽ പ്രാർത്ഥിക്കുമ്പോൾ അതെല്ലാം ദൂരെ കണ്ടുകൊണ്ട് പറയാണ്, ദൈവമക്കൾ, നിന്റെ ജനം മാത്രമല്ല, ഈ സകലത്തെ സൃഷ്ടിച്ചവൻ നീയാണെന്നും നീയാണ് യഥാർത്ഥ ദൈവമെന്നും നീയാണ് സർവശക്തനായ ദൈവമെന്നും ജനങ്ങൾ അറിയുമ്പോൾ അവർ വരും. അന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ പ്രാർത്ഥന എന്ത് ചെയ്യണം? കേൾക്കണം. അതിൻ്റെ ശ്രദ്ധേയമായ സംഗതി, ദേവാലയത്തിനുള്ളിൽ കടന്ന് അന്നത്തെ ആ ചിന്താഗതിയിൽ അവരുടെ പ്രാർത്ഥിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ദേവാലയത്തിന് മുമ്പിൽ വന്ന് പ്രാർത്ഥിച്ചാൽ, നാഥാ പറഞ്ഞില്ലേ, ദേവാലയത്തിന് മുമ്പിൽ വന്ന് പ്രാർത്ഥിച്ചാൽ ദൈവത്തിൻ്റെ ദീപമായ സാന്നിധ്യം ഉണ്ടെന്ന് പറഞ്ഞിവിടെ പ്രാർത്ഥിച്ചാൽ എന്തിനാ? പ്രാർത്ഥന കേൾക്കണമെന്ന്. നമ്മുടെ പല ദേവാലയങ്ങളിലും അങ്ങനെയുള്ള അനുഭവം കാണാറുണ്ട്. നമ്മുടെ സഭാ മക്കളല്ല, മറ്റ് ആൾക്കാരെന്ത് ചെയ്യുന്നു? അവർ വരുന്നു, പ്രാർത്ഥിക്കുന്നു, പോകും. നമ്മുടെ തന്നെ ഒരു മിഷൻ ബെയിലുണ്ട്. അവിടെ ദേവാലയം പണിത സമയത്ത് ചെറിയൊരു ആലയമാണ്, ഇതിൻ്റെ ഒരു പകുതിയുള്ള ഒരു ആലയമാണ് പണിതുകൊണ്ടിരുന്നപ്പോൾ അവർ പറഞ്ഞു, അവിടെയുള്ള മറ്റ് ആളുകൾ പറഞ്ഞു, ഇപ്പം പറഞ്ഞ പോലെ മറ്റാളുകളും ആലയ നിർമ്മാണത്തിൽ പങ്കുചേർന്നു. അവർ പറഞ്ഞു, ഞങ്ങൾ ക്രിസ്ത്യാനികളല്ല, ഞങ്ങൾ ഈ പള്ളിയുടെ ഫ്രണ്ടിൽ കൂടെയാണ് എന്ത് ചെയ്യും, തൊഴിലിന് പോകും. അതുകൊണ്ട് ഞങ്ങൾക്കും വന്ന് എന്ത് ചെയ്യണം? ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കണം. ദേവാലയത്തിൽ കയറാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് എപ്പോഴെല്ലാം പോകുന്നു അപ്പോഴെല്ലാം വന്ന് പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് നിൽക്കാൻ ഒരു സ്ഥലം വേണം ദേവാലയത്തിൻ്റെ ഫ്രണ്ടിൽ. ഒരു ഫോർട്ടിക്കോ ഉണ്ടാക്കി തരണം, ഞങ്ങൾക്ക് നിന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാനാണ്. ആൾപ്പണി ഞങ്ങൾ ചെയ്തോളാം, ബാക്കി മെറ്റീരിയൽസ് നിങ്ങൾ എന്ത് ചെയ്യണം? തരണം. അങ്ങനെ തന്നെ നമ്മൾ ചെയ്തു. അവർ ആൾപ്പണി ചെയ്തു തന്നു, നമ്മളിന്ന് മെറ്റീരിയൽസ് മേടിച്ച് കൊടുത്തു. നമ്മൾ സാധാരണ പോലെ ഒരു ഫോർട്ടിക്ക് ഒരു രണ്ട് ഷീറ്റ് ഇട്ടിട്ട് ഒരു സംവിധാനമുള്ളൂ, വേറെ ഒന്നുമില്ല. അവിടെ സിമെൻ്റൊക്കെ ഇട്ട് ഭംഗിയാക്കി വെച്ചിരിക്കുക. അവർ ജോലിക്ക് പോകുമ്പോൾ എന്ത് ചെയ്യുന്നു? അവരവിടെ വരുന്നു, പ്രാർത്ഥിക്കുന്നു, അവർ പോകും. നമ്മുടെ ആളുകൾ എത്രയോ തവണ നമ്മുടെ പള്ളിയുടെ ഫ്രണ്ടിൽ കൂടെ പോകുന്നു. അങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കുമോ? ഇല്ല. അന്യജാതക്കാരൻ എന്ത് ചെയ്യുന്നു? അവനവിടെ കാണുന്നു, അവിടെ നിൽക്കുന്നു, അവൻ കൈ കൂപ്പുന്നു, പ്രാർത്ഥിക്കുന്നു. മടിക്കുത്തുണ്ടെങ്കിൽ അത് മടിക്കുത്തടിച്ചിടുന്നു, വളരെ ഭവ്യമായിട്ട് നിൽക്കുന്നു. ഒരു 5 രൂപ ഒത്തിരി എന്ത് ചെയ്യുന്നു? വളരെ ഭവ്യതയോടെ എന്ത് ചെയ്യുന്നു? ബഹുമാനത്തോടെ അവിടെ ആ നടയെ വെച്ചിട്ട് പോകും. നമ്മളോ? പള്ളിയിലേക്ക് നോക്കിയില്ല എന്ന് മാത്രമല്ല, മുണ്ടഴിച്ചിടുന്നില്ല. ദേവാലയത്തിൽ സ്വത്രാഴ്ചയിട്ടാലോ അവിടെ വന്നിട്ട് പിള്ളേർ പലരും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇടത് കൈ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഇടുന്നത്. അത് പല ലോകത്തിൻ്റെ പല ഭാഗത്തും അതെ. പക്ഷേ നമ്മുടെ പശ്ചാത്തലത്തിൽ ഇടത് കൈ കൊണ്ട് നമ്മൾ എന്തെങ്കിലും കൊടുക്കാറുണ്ടോ? കൊടുക്കാറില്ല. മറ്റ് വിദേശ രാജ്യങ്ങൾക്ക് പോകുമ്പോൾ അവർ ഇടത് കൈ ഇടുന്ന് കാണാൻ സാധിക്കും. ഇടത് കൈ കൊണ്ട് അവർ ഷെയ്ക്കാണ്ട് കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മുടെ പശ്ചാത്തലത്തിൽ നമ്മൾ എന്ത് ചെയ്തില്ല? പിള്ളേരോട് പറയണം, മക്കളെ വലത് കൈ കൊണ്ട് തന്നെ ഇന്ന് ഇടണം, ഭവ്യതയോടെ ഇതിന് ഇടണം, വലിച്ചെറിയരുത്. ഞാൻ പറഞ്ഞത്, ഭക്തി ആർക്കാണ് കൂടുതൽ? ആർക്കാണ് ദൈവവിശ്വാസം കൂടുതൽ? എങ്ങനെയാണിത് അറിയുന്നത്? വേറൊരു കാര്യം, ആർക്കെങ്കിലും ഒരു അന്യജാതിക്കാരൻ, ക്രിസ്ത്യാനി അല്ലാത്ത ഒരാൾ ഒരു ആവശ്യം വന്നാൽ, ഒരു രോഗമോ പ്രയാസമോ വന്നാൽ നമ്മുടെ പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കാനായിട്ട് പറയുമോ? നമ്മൾ പറയുമോ? പള്ളി വന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും, ഉത്തരം കിട്ടും എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുമോ? പോട്ടെ, നമ്മൾ പറയണ്ട. നമ്മൾ ചെയ്യുന്നത് കണ്ട് അവർ വരുമോ? നമ്മൾ ചെയ്യുന്നത് കണ്ട് വരുമോ? നമ്മളെന്താ ചെയ്യുന്നത്? നമ്മൾ തലയും കൊണ്ടിട്ട് വേറെ വഴിക്ക് നമ്മൾ പോകും. വേറെ വഴിക്കാണ് നമ്മൾ പോകുന്നത്. അതിനെക്കുറിച്ച് ദിവസം പറയുന്നുണ്ട്, സഭയില്ലാത്തതുകൊണ്ട് വിവരിക്കുന്നു. വേറെ വഴിക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ ഇരിക്കുന്നു, ഇവിടെ തിരുവചനം അസന്നിഗ്ധമായിട്ട് പറയുകയാണ് ചെയ്യുന്നത്. വരിക, ദൈവത്തിൻ്റെ ദിവ്യമായ സാന്നിധ്യം ഉണ്ടെന്ന് വിശ്വസിച്ച് വരുന്നവനാണ്, ചുമ്മാ വരുന്നവനല്ല. വിശ്വസിച്ച് വരുന്ന ആർക്കും, അവൻ ഏത് ജാതിക്കാരനായിട്ടെ, അവൻ്റെ നിലവിളിയും അവൻ്റെ പ്രാർത്ഥനയും ശ്രദ്ധിക്കുന്ന, അതിന് മറുപടി നൽകുന്ന, അതിനുത്തരം നൽകുന്ന ഒരു ദൈവം നമുക്ക് സ്വർഗത്തിലുണ്ട് എന്ന് മറന്നുപോലെ. സലോമോന്റെ പ്രാർത്ഥനയുടെ അർത്ഥം അതാണ്. നമ്മുടെ ആലയത്തിൻ്റെ മഹത്വം എന്ത് ചെയ്യണം? നമ്മൾ ഓർക്കേണ്ടതാണ്. ആലയം പണിയുമ്പോൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, ദാവീദ് പറയുന്നുണ്ട്,
ആലയം എന്ന് പറയുന്നത് വളരെ ശ്രേഷ്ഠമേറിയ ഒരു കാര്യമാണ്. അത്രയും വലിയ ഇതുപോലൊരു ആലയം വേറെ ഒരിടത്തും കാണരുത് എന്നുള്ള രീതിയിൽ ഏറ്റവും മഹത്വത്തോടെയാണ് ഉള്ളത്. അന്ന് നമ്മൾ പഠിക്കുമ്പോൾ കാണാൻ സാധിക്കും ദേവാലയത്തിൻ്റെ അകം മുഴുവനും പൊന്നു കൊണ്ടുവന്നിരിക്കുന്നത് ദേവാലയത്തിനെ മഹത്വം വർദ്ധിപ്പിക്കാൻ വേണ്ടി ചെയ്ത കാര്യമാണ്. ശിവരാജി വന്ന് കണ്ടപ്പോൾ അവർ അത്ഭുതപ്പെട്ടു പോയി എന്ന് വേദവസ്തുത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നത്. അത്രയുമായിരുന്നു അതിൻ്റെ മഹത്വം. ദേവാലയത്തിനകം മുഴുവനും രീതിയിൽ പൊന്നു പൊതിച്ചിരിക്കുന്നവർ. വെള്ളിയൊക്കെ കല്ല് പോലെ ആയിരുന്നു അതിൻ്റെ അകത്ത് എഴുതിയിരിക്കും. അത്രയും വെള്ളി കാര്യങ്ങളാണ് അതിന് ചെയ്തിരുന്നത്. അതിനകത്ത് പറഞ്ഞത് അത്രയും മഹത്വമേറിയ രീതിയിലാണ് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിൻ്റെ ഒരു പ്രതീകമായിട്ട് ആലയം, ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ ഉള്ള ഇടം അങ്ങനെ ഭംഗിയായിട്ട് അത് ചെയ്തു എന്ന് പറഞ്ഞിരിക്കുന്നു. പ്രിയമുള്ളവരെ, ആലയത്തെക്കുറിച്ചുള്ള വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ നമുക്ക് ഒരുപക്ഷെ ഉണ്ടായേക്കാം. എന്നാൽ ദൈവ ആരാധനയ്ക്കായിട്ട് നമ്മൾ കൂടി വരുമ്പോൾ ദൈവത്തിൻ്റെ ദിവ്യമായ സാന്നിധ്യം ഉണ്ട് എന്ന് അരളിച്ചേരുന്ന ഇടങ്ങളിൽ അന്നും ഇന്നും ഒരുപോലെ സാന്നിധ്യമുള്ള ഒരു ദൈവമാണ് നമുക്കുള്ളത് എന്ന് നാം മറന്നു പോകും. തുടർന്ന് നമ്മൾ വേദവസങ്ങളൊക്കെ വായിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഇന്ന് നമ്മൾ ലേഖനമായിട്ട് വായിച്ച ഭാഗങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ അവിടെ ആലയത്തെക്കുറിച്ച് വളരെ വ്യത്യസ്തമായ ഒരു ചിത്രം നമുക്കവിടെ കാണാൻ സാധിക്കും. അത് ഒരുപക്ഷെ നമ്മൾ പുറകോട്ടുള്ള വായനയിൽ നമ്മൾ മനസ്സിലാക്കുന്നതായിട്ട് വ്യത്യാസമുണ്ടോ ഒരുപക്ഷെ തോന്നിപ്പോകും. പക്ഷേ അതങ്ങനെയല്ല. അത് ആലയവും ആരാധനയ്ക്കായിട്ട് വരുന്ന ആളുമായിട്ടുള്ള ബന്ധമാണ് സൂചിപ്പിക്കുന്നത് എന്ന് മറന്നു പോകരുത്. അവസാനമായിട്ട് വരുമ്പോൾ ആലയം അങ്ങനെ പ്രത്യേകമായ ഒരു ആലയം ആണ് എങ്കിലും യെരുശലേം ആലയത്തിൽ തന്നെ ദൈവാലയത്തിൽ തന്നെ അതിന് ദൈവത്തിൻ്റെ ദിവ്യമായ സാന്നിധ്യം അവിടെ ഉണ്ട്. ദൈവത്തിൻ്റെ അത് മഹത്വമേറയോടെ പണിയപ്പെട്ടിരിക്കുന്നു. അതിൽ ദേവാലയത്തിനുള്ളിൽ കടന്നു ചെല്ലേണ്ടതിൻ്റെ അതിന് വിവരണങ്ങളൊക്കെ ഉണ്ട്. വിശുദ്ധി കൂടെ അവിടെ വരരുത് എന്നൊക്കെയും പറഞ്ഞിട്ട് പറയാണ്. യഥാർത്ഥത്തിൽ ദൈവം വസിക്കുന്ന ഇടമാണ് ഏത് ദേവാലയം എന്ന് പറഞ്ഞിട്ടുള്ളത്. ലേഖനം വരുമ്പോൾ പറയാണ് ദൈവം വസിക്കുന്നത് എവിടെയാണ്? ദൈവം വസിക്കുന്നത് നമ്മുടെ ഉള്ളിലാണ് വസിക്കേണ്ടത്. ദൈവം വസിക്കേണ്ടത് നമ്മുടെ ഉള്ളിലാണ്. നമ്മൾ തന്നെയാണ് ദൈവാലയം എന്ന് പറഞ്ഞുകൊണ്ട് ലേഖനം പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് സമാപിക്കുന്നു. നമ്മൾ തന്നെ ആയിരിക്കുന്ന ദൈവാലയവും ഈ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് പറഞ്ഞ് ദൈവത്തെ ആരാധനയ്ക്ക് കൂട്ടി വരുമ്പോഴും അതിൻ്റെ രണ്ടിൻ്റെയും സാരം ഒന്നായിരിക്കണം എന്നുള്ളതിൻ്റെ വളരെ വിശ്വാസത്തോടെ നമ്മൾ എന്ത് ചെയ്യുക? കടന്നു വരും. വിശുദ്ധിയോടെ എന്ത് ചെയ്യുക? നമ്മൾ കടന്നു വരും. അന്നും ഇന്നും ദൈവസന്നിധിയിൽ ചെല്ലുവാൻ ഒരേ ഒരു മാനദണ്ഡമേ ഉള്ളൂ, അത് വിശുദ്ധീകരണമാണ്. പ്രത്യേകിച്ച് നോമ്പിൻ്റെ ഒരു കാലഘട്ടം അതിൽ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. എന്താണ് അതിൻ്റെ സാരം? ദൈവവും നാമവുമായിട്ടുള്ള അകൽച്ച കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ സന്ദേശം, അതിൻ്റെ സാരം. നമ്മൾ ഓരോ ദിവസവും നോമ്പ് പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ, നോമ്പിൻ്റെ സമയത്ത് പ്രത്യേകമായി വേദവസ്തം വായിക്കുമ്പോൾ, നോമ്പിൻ്റെ സമയങ്ങളിൽ പ്രത്യേകമായി പ്രാർത്ഥിക്കുമ്പോൾ, നമ്മുടെ കുറവുകളെ ഏറ്റു പറയുമ്പോൾ ദൈവവും നാമമുള്ള അകൽച്ച കുറയുകയാണ് ചെയ്യുന്നത്. പാപത്തോട് എന്ത് ചെയ്യണം? നമ്മൾ വിട പറയുകയാണ്. ദൈവത്തോട് അടുത്ത് വരുന്നൊരു അനുഭവമാണ് നോമ്പിൻ്റെ കാലഘട്ടങ്ങളിൽ ഉണ്ടാകേണ്ടത്. ഈ നോമ്പ് അവസരങ്ങളിൽ അത് നമുക്കുണ്ടാകട്ടെ. ദേവാലയത്തെ അതിൻ്റെ അർത്ഥത്തിൽ കാണുവാൻ, ആരാധനയെ അതിൻ്റെ അർത്ഥത്തിൽ കാണുവാൻ, ദൈവത്തെ അതിൻ്റെ അർത്ഥത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം വർദ്ധിപ്പിക്കാൻ, ദൈവനെ വായിച്ചുകൊണ്ട് ദൈവപക്ഷെ ചേരുവാൻ ഉള്ള അവസരമായി ഇത് തീരട്ടെ. മേലോരം പ്രദേശങ്ങളിൽ ഇക്കാലം അത്രയും കാത്തു സൂക്ഷിച്ച ദൈവത്തിന് നന്ദി കരയേറ്റുവാനും, ദൂരസ്ഥലങ്ങളിലാണെങ്കിലും പ്രത്യേകിച്ച് ഞാൻ ചോദിച്ചപ്പോൾ ആൾക്കാരെങ്ങനെയാണ് താമസിക്കുക ഇവിടെ? നമുക്കറിയാം ഇതിൻ്റെ ഭൂപ്രകൃതി അനുസരിച്ച് ഭയങ്കരമായുള്ള കയറ്റമിറക്കമാണ് ഉള്ളത്. ഒരുപക്ഷെ പ്രായമുള്ളവർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഇവിടെ കയറി ഇവിടെ വരാനും തിരിച്ചു പോകാനും. എന്നിരുന്നാലും നിങ്ങൾ വളരെ താല്പര്യപ്പെട്ട് വരുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ദൂര സ്ഥലങ്ങളിൽ ഇതിൻ്റെ സമീപത്താണെങ്കിൽ പോലും വളരെ ഉയരങ്ങളിലും അതുപോലെ തന്നെ താഴങ്ങളിലുള്ള ആളുകൾ, പ്രായമുള്ളവരെ അവർ കടന്നു വരുന്നു, പ്രായമില്ലാത്തവർ കടന്നു വരുന്നു. ആരാധന സജീവ സാന്നിധ്യം നിങ്ങൾ നൽകുന്നതിനായി ഞാൻ ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. അത് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ കാലത്തും അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ ആലയം മനോഹരമാക്കി തീർക്കുവാൻ ഇത് വളരെ ഒരു ഭംഗിയുണ്ടല്ലേ? അതിന് അങ്ങനെ ഒരു ഹൃദയത്തിൽ ഒരു ആഗ്രഹം തോന്നിച്ച പ്രിയപ്പെട്ടവരോടെല്ലാം അവരെല്ലാം ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ ആലയം അത് വളരെ മനോഹരമെന്ന് സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ അത് മനോഹരമായി സൂക്ഷിപ്പാൻ ഇനിയും ഇടയായി തീരട്ടെ. സാമ്പത്തികം ഒരുപക്ഷെ നമുക്കില്ല എന്ന് പറഞ്ഞാലും വേദവസ്തം നമ്മൾ നോക്കുമ്പോൾ അത് ജനങ്ങളുടെ ഔദാര്യ ദാനങ്ങളോടെയാണ് എന്ത് ചെയ്യുന്നത്? അതെല്ലാം പണിയപ്പെടുന്നത് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഔദാര്യ ദാനങ്ങളോടെയാണ് പണിയപ്പെടുന്നത്. നിങ്ങളെ ദൈവം മനസ്സിൽ പ്രേരിപ്പിക്കുന്നവരത് കൊടുത്ത് നല്ല കാര്യങ്ങൾ ചെയ്യുവാനാണ്. ദേവാലയവും പരിസരങ്ങളെല്ലാം ഭംഗിയായി സൂക്ഷിപ്പാനും അത് ദേശത്തൊരു സാക്ഷ്യമായി തീരുവാനും മറ്റനേകരെ ഇവിടെയുള്ള പ്രാർത്ഥനകളിൽ വന്ന് സംബന്ധിച്ച് അവരും ദൈവത്തെക്കുറിച്ച് അറിയുവാനും ദൈവവിശ്വാസമുള്ളവരായി തീരുവാനും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാനും ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. മറ്റുള്ള ആളുകൾ ഇവിടെ വേദവസ്തുത്തിൽ പറഞ്ഞിരിക്കുന്നത് അവർ ഈ ദൈവത്തെക്കുറിച്ച് കേൾക്കുന്നത് നമ്മിലൂടെയാണ് എന്ന് മറന്നു പോകരുത്.
അത് നമ്മുടെ ജീവിത രീതിയിലൂടെ വെളിപ്പെടുത്തുവാൻ, ദൈവത്തെ വെളിപ്പെടുത്തുവാനും അതുമൂലം അനേകരെ ദൈവത്തെ അറിവാനും ഇടയായി തീരട്ടെ. ദൈവാലയത്തിൽ വരുമ്പോൾ ഈ ഒരു ഭയത്തോടും ഭക്തിയോടും കൂടെ വരിക. ദൈവത്തിൻ്റെ ദിവ്യമായ സാന്നിധ്യം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് പറയുക. ഒന്നാമത് പറഞ്ഞ് ദൈവം തരും എന്നുള്ള വിശ്വാസത്തോടെ കടന്നു പോവുക. ഈ ലോകത്തിൻ്റെ സകലവിധമായ പ്രതിസന്ധികളെയും തരണം ചെയ്യുവാൻ, വെല്ലുവിളികളെ തരണം ചെയ്യുവാൻ അത് നമ്മളെ പ്രാപ്തിപ്പെടുത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. യേശു ആ സ്ത്രീയോട് പറഞ്ഞതുപോലെ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 28-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യമാണ് പറഞ്ഞത്. സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്നുത്തരം പറഞ്ഞു. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. ശ്രേഷ്ഠമേറിയ വിശ്വാസത്താൽ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ ദൈവം നമുക്കിടയാകട്ടെ. അപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനമൊത്തവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുകയും ചെയ്യുമാറാകട്ടെ.